കഴിഞ്ഞ സെഷനിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്ത ഫോക്കസിനെ കുറിച്ചായിരുന്നു. ഫോക്കസ് എന്നുള്ളത് നിങ്ങളുടെ ക്യാമറയിൽ നിന്നും നിശ്ചിത ദൂരത്തിലുള്ള ഒരു ഒബ്ജക്റ്റിനെ ഷാർപ്പാക്കി എടുക്കുന്ന പരിപാടിയാണ്. അത് മിനിമം നിങ്ങൾക്ക് 25 സെൻറ്റിമീറ്റർ വരെ പോകാം. മാക്സിമം പോയി കഴിഞ്ഞാൽ ഇൻഫിനിറ്റി എന്ന് പറയും. അതായത് വിദൂരത അത് എത്രയാണെന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. ലെൻസിൻ്റെ ഒരു അറ്റത്ത് 25 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത് തിരിഞ്ഞ് മറ്റേ അറ്റം ചെന്ന് മുട്ടുമ്പോൾ അവിടെ വിദൂരതയാണ്. ആ ദൂരം കൃത്യമായിട്ട് എവിടെയും രേഖപ്പെടുത്തപ്പെടാറില്ല. ഇനി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ എക്സാമ്പിൾ പറയാം, ഒരു 5 പേര് ലൈനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 5 പേരും ഷാർപ്പാവണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ആരെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? അധികം പേരും പറയുന്ന ഒരു കാര്യമാണ് 5 പേരെ നമ്മൾക്ക് ഷാർപ്പായി കിട്ടണമെങ്കിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് പോയിന്റ്സ് ഉപയോഗിക്കണം എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഫോക്കസ് പോയിന്റ് എത്ര തന്നെ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഒരുപാട് ഒബ്ജക്റ്റുകളെ ഷാർപ്പാക്കി എടുക്കാൻ സാധിക്കില്ല. അതാദ്യം തന്നെ ആ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റി വെക്കുക. കൂടുതൽ ഫോക്കസ് പോയിന്റ് ഉപയോഗിച്ചാൽ കൂടുതൽ സ്ഥലങ്ങൾ ഷാർപ്പായി കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചേക്കുക. നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ക്യാമറയിൽ നിന്ന് ഏറ്റവും ആദ്യം ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം അത് ഡിറ്റക്റ്റ് ചെയ്ത് അതിലാണ് ക്യാമറ അതായത് ആ ഒരു ഒബ്ജക്റ്റിനെയാണ് ക്യാമറ ഷാർപ്പ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഫോക്കസ് പോയിന്റ് സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പോയിന്റിലും പോയി ക്യാമറ ഷാർപ്പ് ചെയ്യില്ല. അങ്ങനെ ഒരു ക്യാപ്പബിലിറ്റി, അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മളെ ലെൻസിനുമില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പം നിങ്ങളുടെ ക്യാമറയിൽ നിന്ന് ഇപ്പോൾ ഫസ്റ്റിലെ ഒബ്ജക്റ്റ് 5 മീറ്റർ ദൂരത്താണെങ്കിൽ ക്യാമറ 5 മീറ്റർ ദൂരത്തിലാണ് ഫോക്കസ് ചെയ്യുക. ഇനി അടുത്തൊരു ചോദ്യം, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മളൊരു കുറേ പേര് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെയാണ് എല്ലാവരെയും ഷാർപ്പാക്കി എടുക്കുക? അതിനുവേണ്ടി നമ്മൾ ആദ്യമേ പഠിച്ച അപ്പർച്ചറാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ഫോക്കസ് ചെയ്ത ഒരു ഒബ്ജക്റ്റിൻ്റെ, അതായത് ഇപ്പോൾ ക്യാമറയിൽ നിന്ന് 5 മീറ്റർ ദൂരത്തിൽ നിങ്ങൾ ഒരാളെ നിർത്തുക, ഒരു 5-6 പേര് അവരുടെ ലൈനിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ഒരു സിംഗിൾ പോയിന്റ്, സെൻറ്ററിലുള്ള സിംഗിൾ പോയിന്റ് ഫോക്കസ് ഉപയോഗിച്ചിട്ട് അതിൽ നടുക്കുള്ള ഒരാളെ ഫോക്കസ് ചെയ്തു. ബാക്കി 2 പേര് ഒരു വശത്തുണ്ട്, 2 പേര് മറ്റേ വശത്തുണ്ട്. അവരെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ അതിൽ 2 പേര് കുറച്ച് പുറകിലാണുള്ളത്, ഒരാൾ കുറച്ച് മുന്നിലുമാണ്. നിങ്ങൾ നടുക്കുള്ള ആളെയാണ് ഫോക്കസ് ചെയ്തത്. അയാളാണ് കറക്റ്റ് 5 മീറ്റർ ദൂരത്തിലാണ്. മറ്റേ ഒരാൾ നിൽക്കുന്നത് 4.5 മീറ്റർ ദൂരത്തിലാണ്. മറ്റേ 2 പേര് നിൽക്കുന്നത് 5.5 മീറ്റർ ദൂരത്തിലാണ്. അപ്പോൾ നിങ്ങൾ അവിടെ കുറേ ഫോക്കസ് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ആൾക്കാർ ഷാർപ്പാവില്ല. ഫോക്കസ് പോയിന്റ് ഒന്ന് എവിടെയാണോ ഡിറ്റക്ട് ചെയ്യുന്നത്, ആദ്യം ഡിറ്റക്ട് ചെയ്യുന്നത് അവിടെ കയറി ഫോക്കസ് ലോക്കാവും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും പേരെ ഷാർപ്പാക്കി എടുക്കേണ്ടത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ അപ്പർച്ചർ സെറ്റിങ്സിലാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടത്. അപ്പർച്ചർ നമ്പർ കൂടുന്തോറും നിങ്ങളുടെ ഷാർപ്പാവുന്ന ഏരിയ കൂടിക്കൊണ്ടിരിക്കും. ഈ ഷാർപ്പാവുന്ന ഏരിയ എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്? നിങ്ങളിപ്പോൾ ഫോക്കസ് പോയിന്റ് 5 മീറ്ററിലാണ് ലോക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോക്കസ് 5 മീറ്ററിലുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് മുന്നോട്ടും പുറകോട്ടും, അതായത് നിങ്ങളുടെ ക്യാമറയുടെ ഭാഗത്തോട്ടും പിന്നെ ആ ഒബ്ജക്റ്റിൻ്റെ പുറകിൽ ദൂരത്തോട്ടുമാണ് ഷാർപ്പായി വരുന്ന കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പർച്ചർ നമ്പർ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ 5 മീറ്ററുള്ള ഒബ്ജക്റ്റിൽ നിങ്ങളൊരു 2.8 ഒരു ലെൻസ് ഉപയോഗിച്ചിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അപ്പർച്ചർ 2.8 ആണെങ്കിൽ മിക്കവാറും ആ ഒരു ആൾ തന്നെ ഷാർപ്പാവുള്ളൂ. അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആൾ ബ്ലറായിരിക്കും, തൊട്ട് മുന്നിലുള്ള ആളും ബ്ലറായിരിക്കും. അപ്പോൾ അതിന് മാക്സിമം ഒരു ഡെപ്ത്, ഉദാഹരണം പറയുന്നതാണ്. ഈ ഡെപ്തിൻ്റെ കാര്യത്തിൽ ഞാൻ നമ്പറോ വാല്യൂസോ പറയുന്നുണ്ടെങ്കിൽ ഉദാഹരണം മാത്രമാണ്, ഒരിക്കലും സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. 2.8 ഇട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഡെപ്ത് കിട്ടുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഒരാളുടെ തലയുടെ വണ്ണത്തിലാണ് നിങ്ങൾക്ക് ഡെപ്ത് കിട്ടുന്നത് എന്ന് കരുതുക. നിങ്ങൾക്ക് അപ്പോൾ വേണ്ടത്, നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം ഒരാൾ 4.5 മീറ്ററിൽ നിൽക്കുന്നുണ്ട്, വേറെ 2 പേര് 5.5 മീറ്റർ ദൂരത്തിൽ നിൽക്കുന്നുണ്ട്. ഇവരെയൊക്കെ നിങ്ങൾക്ക് ഷാർപ്പായി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ അപ്പർച്ചർ നമ്പർ ഇൻക്രീസ് ചെയ്യാണ് വേണ്ടത്. അപ്പർച്ചർ നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡെപ്ത് ഓഫ് ഫോക്കസ് കൂടും. അതായത് ഫോക്കസ് ഏരിയ ആയ സ്ഥലത്ത് നിന്ന് മുന്നോട്ടും പുറകോട്ടും കുറേ ഏരിയ ഷാർപ്പാക്കി തരും ഈ അപ്പർച്ചർ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു F10 ഇട്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് F2.8 25 സെൻറ്റിമീറ്റർ കിട്ടിയ F10 ഏകദേശം 1 മീറ്റർ കിട്ടുന്നതെന്ന് വിചാരിക്കുക ഡെപ്ത്. അപ്പം 5 മീറ്ററിലാണ് ഫോക്കസ്. മുന്നോട്ട് ഇത് 60-40 റേഷ്യോയിലാണ് കേട്ടോ ഈ ഡെപ്ത് പോവുക. അതായത് ക്യാമറയുടെയും ഒബ്ജക്റ്റിൻ്റെ ഇടയിലേക്ക് 40%ഉം പുറകിലോട്ട് 60%ഉം പോകും. അപ്പോൾ F10 ഇട്ടപ്പോൾ 1 മീറ്ററാണ് ഡെപ്ത് കിട്ടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്യാമറയുടെ ഭാഗത്തോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മോഡലിൻ്റെ മുൻഭാഗത്തോട്ട് 40 സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ, 40 സെൻറ്റിമീറ്റർ മറ്റേ ആൾ 4.5 മീറ്ററിലാണ്. 4.60 വരെയാണ് നിങ്ങൾക്ക് ഷാർപ്പാവുക. അപ്പം 4.5 മീറ്ററിൽ നിൽക്കുന്ന ആൾ ഷാർപ്പാവില്ല. ഇനി പുറകോട്ട് നോക്കുകയാണെങ്കിൽ മറ്റേ ആൾ 5.5 മീറ്ററിലാണ് നിൽക്കുന്നത്, പുറകിലോട്ടാണെങ്കിൽ 60% കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ 5 മീറ്റർ 60 സെൻറ്റിമീറ്റർ, 4 മീറ്ററും 60 സെൻറ്റിമീറ്റർ മുതൽ 5 മീറ്റർ 5.60 വരെയാണ് നിങ്ങളുടെ ഫോക്കസ് ആവുന്ന ഷാർപ്പാവുന്ന ഏരിയ. അതിനകത്ത് ബാക്കിലുള്ള ആൾ ഷാർപ്പായിരിക്കും, മുന്നിലുള്ള ആൾ ഷാർപ്പായി കിട്ടില്ല ഈ ഒരു കാൽക്കുലേഷൻ പ്രകാരം. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്തായാലും നമുക്ക് മുന്നിൽ നിൽക്കുന്ന ആളെയും ഷാർപ്പായി തന്നെ കിട്ടണം.
അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും അപ്പർച്ചർ നമ്പർ ഇൻക്രീസ് ചെയ്യുക. നിങ്ങളൊരു F15 ഉപയോഗിച്ചെന്ന് 15 15 ആകുമ്പം ഏകദേശം നിങ്ങൾക്ക് ഒരു 1.5 മീറ്ററാണ് ഡെപ്ത്ത് കിട്ടുകയാണ്. ഒരു ഇമാജിനറി ആണ്, ഒരിക്കലും ഇത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യരുത്. 1.5 മീറ്റർ ഡെപ്ത്താണ് കിട്ടുന്നതെങ്കിൽ 60-40 റേഷ്യോയിൽ അത് ഡിവൈഡ് ചെയ്ത് പോയി 60% ഒബ്ജക്റ്റിൻ്റെ ബാക്കിലോട്ടും 40% ഒബ്ജക്റ്റിൻ്റെ മുന്നേ, അതായത് ക്യാമറയുടെ ഭാഗത്തോട്ടും ഷാർപ്പാകും. അപ്പോൾ നിങ്ങൾക്ക് 40%, 1.5 മീറ്ററിന് 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെൻറ്റിമീറ്റർ. 60 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ക്യാമറയുടെ മുന്നിലോ, അതായത് ക്യാമറയുടെ ഭാഗത്തോട്ട് ഷാർപ്പായി കിട്ടും. അപ്പോൾ 5 മീറ്ററിന് 60 സെൻറ്റിമീറ്റർ 4 മീറ്റർ 40 സെൻറ്റിമീറ്റർ മുതൽ 5 മീറ്ററും 590 വരെയുള്ള ഏരിയ നിങ്ങൾക്ക് ഷാർപ്പായി കിട്ടും. അപ്പോൾ അതിനിടയിൽ വരുന്ന എല്ലാ ഒബ്ജക്റ്റുകളും ഷാർപ്പായി കിട്ടും. ഓക്കെ, കുറേ ഫോക്കസ് പോയിന്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സ്ഥലങ്ങൾ ഷാർപ്പാകും എന്നുള്ള തെറ്റിദ്ധാരണ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ സിംഗിൾ പോയിന്റ് സെൻറ്റർ പോയിന്റ് ഫോക്കസ് തന്നെ ഉപയോഗിക്കുക. അതിനകത്ത് സിംഗിൾ പോയിന്റ് ഫോക്കസ് തന്നെ ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഏരിയ ഷാർപ്പാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പർച്ചർ നമ്പറാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത്രയും ഭാഗങ്ങൾ ഷാർപ്പായി കിട്ടും. നിങ്ങൾ എവിടെയാണ്, എത്ര ദൂരത്തിലുള്ള ഒരു ഒബ്ജക്റ്റാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് നോക്കണം. നിങ്ങളൊരു 3 മീറ്റേഴ്സുള്ള ഒരു ഒബ്ജക്റ്റാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ക്യാമറയിൽ നിന്ന് ആ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം 3 മീറ്ററാണ്. നിങ്ങളപ്പം അപ്പർച്ചർ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ക്യാമറയുടെ ഭാഗത്തോട്ടും പിന്നെ ആ ഒബ്ജക്റ്റിൽ നിന്ന് പുറകിലോട്ടും ദൂരത്തേക്കും ആണ് ഷാർപ്പായിട്ട് വരിക. അത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ഫോക്കസ് പോയിന്റിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഇല്ലാതിരിക്കുക. ഇപ്പോൾ ഒരു ബേർഡിംഗ് ഒക്കെ ചെയ്യുമ്പം എങ്ങനെയാണ് ഫോക്കസ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത്. ബേർഡിങ് പ്ലെയിൻ സ്കൈ, അതായത് വൈറ്റ് സ്കൈ അല്ലെങ്കിൽ ബ്ലൂ സ്കൈയിലേക്ക് കൂടി പറന്നു വന്ന ഒരു ബേർഡിംഗ് ആണെങ്കിൽ നിങ്ങൾ AFC ഓട്ടോ ഫോക്കസ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. അതുപോലെ ഒരു സോൺ ഫോക്കസിങ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫോക്കസിങ്ങിൻ്റെ രീതിയിൽ അത് ഫോക്കസ് ചെയ്യുക. കുറച്ചധികം ഫോക്കസ് പോയിന്റ്. കാരണം നമ്മൾക്ക് ഒരു സിംഗിൾ പോയിന്റ് ഉപയോഗിച്ചിട്ട് ആകാശത്തോട്ട് പറന്നു വന്ന ചെറിയൊരു പക്ഷിയെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ചലഞ്ചിങ് ആണ്. നമ്മളെ കൈ അത്രയും പെർഫെക്ഷൻ കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് പോയിന്റുകൾ ഉപയോഗിക്കുക. അങ്ങനെ ഒരു പോയിന്റിൽ മിസ്സായാലും മറ്റേ പോയിന്റിൽ അത് ഷാർപ്പായിരിക്കും. അപ്പോൾ കുറേ പോയിന്റുകൾ ഉപയോഗിച്ചാൽ കുറേ സ്ഥലം ഷാർപ്പാവില്ല. പക്ഷേ ഒരുപാട് ഫോക്കസ് പോയിന്റുകളുള്ള ഗ്രൂപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കുക. അതായത് ഒരു 16 അല്ലെങ്കിൽ 36 ഫോക്കസ് പോയിന്റുകളുള്ള ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് ബേർഡിനെ ട്രാക്ക് ചെയ്ത് പോവുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഒരു മരമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ 36 എണ്ണത്തിൽ ഒരു 5 ഫോക്കസ് പോയിന്റ് മരത്തിലോ അല്ലെങ്കിൽ വേറെ ഒരു പക്ഷിയുടെ ദേഹത്തോ അത് കയറി ലോക്കായി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച പക്ഷിയെ നിങ്ങൾക്ക് ഷാർപ്പൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ ചെറിയ സോൺ ഫോക്കസിങ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോക്കസിങ് ഉപയോഗിക്കുന്നെങ്കിൽ ചെറിയ ഫോക്കസ് പോയിന്റുകൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഏത് ഫോക്കസാണ് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറയിൽ 99% സമയം അല്ലെങ്കിൽ 90% സിറ്റുവേഷനിലും നിങ്ങൾക്ക് AFS ആണ് നല്ലത്. ഓട്ടോ ഫോക്കസ് സ്റ്റാറ്റിക് ആണ് നല്ലത്. ഇനി നിങ്ങൾക്ക് 9% ചാൻസുകളിലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഫോക്കസ് ഉപയോഗിക്കാം. അത് ആ സമയത്ത് മാത്രം കണ്ടിന്യൂസ് ഫോക്കസിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോ ഫോക്കസ് സ്റ്റാറ്റിക്കിലേക്ക് നിങ്ങൾ മാറ്റി വയ്ക്കുക. സ്റ്റാറ്റിക്കിൽ തന്നെ മൂവിങ് ഒബ്ജക്ട്സിനെ വളരെ ക്രിയേറ്റീവായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റാറ്റിക് ഫോക്കസ് ഒരു മൂവിങ് ഒബ്ജക്റ്റിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി വളരെ ഫാസ്റ്റ് ആയിരിക്കണം. അതായത് ഫോക്കസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാതെ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുന്ന രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് ഫോട്ടോ എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് ഫോക്കസ് ഉപയോഗിച്ചാൽ ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്റ്റിനെ വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ഫോക്കസ് ഉപയോഗിക്കുമ്പോൾ കണ്ടിന്യൂസ് ഫോക്കസ് നമുക്ക് ഒരു ഗ്രൂപ്പ് ഫോക്കസ് ആയിട്ട് ഉപയോഗിക്കാം. ഗ്രൂപ്പ് ഓഫ് ഒരു 9 ഗ്രൂപ്പൊക്കെ ഉപയോഗിക്കാം. അല്ല നിങ്ങൾ സിംഗിൾ പോയിൻ്റ് ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ എപ്പോഴും ഫോക്കസ് പോയിന്റിലായിരിക്കണം നിങ്ങളുടെ കോൺസെൻട്രേഷൻ. അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ അത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഫോക്കസ് പോയിന്റ് ഇപ്പം അതിൻ്റെ മുന്നിലൂടെ പോകുന്ന പുലിയാണോ നരിയാണോ ഒന്നും അറിയില്ല, അല്ലെങ്കിൽ മനുഷ്യനാണോ എന്നറിയില്ല. അത് എപ്പോഴും ആ ഒരു പോയിന്റിലുള്ള ഒബ്ജക്റ്റിൻ്റെ ദൂരം എത്രയാണെന്ന് മെഷർ ചെയ്തുകൊണ്ടിരിക്കും. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ മൂവിങ് ഒബ്ജക്റ്റ് സ്ലിപ്പായിട്ട് നമ്മളെ ഫോക്കസ് പോയിന്റിൽ നിന്ന് മാറിപ്പോയാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഡിറ്റക്റ്റ് ചെയ്യും. അതിലൂടെ ബാക്ക്ഗ്രൗണ്ട് ഷാർപ്പായ ഒരു ഫോട്ടോ നിങ്ങൾക്ക് എടുത്തു തരികയും ചെയ്യും. അപ്പോൾ അത് കണ്ടിന്യൂസ് ഫോക്കസ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും തന്നെ വളരെ കെയർഫുള്ളായിട്ട് ഫോക്കസ് പോയിന്റ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. മൂവിങ് ഒബ്ജക്റ്റിൻ്റെ കൂടെ തന്നെ അത് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കതിന് സക്സസ്ഫുള്ളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അധിക സമയത്തും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫോക്കസായ ചിത്രങ്ങൾ തരുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ സാധ്യതയുണ്ട്.
നമ്മൾ ആദ്യം നോക്കിയത് എക്സ്പോഷർ ട്രയാങ്കിൾ, അത് വെച്ച് എങ്ങനെയാണ് മീറ്റർ 0ലേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടി നമ്മൾ പഠിച്ചതാണ് ഷട്ടർ സ്പീഡ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, എന്തിനാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കിയത്. പിന്നെ അപ്പർച്ചർ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഡെപ്ത് കൺട്രോൾ ചെയ്യുന്നത്, ISO വെച്ചിട്ട് എങ്ങനെയാണ് ലോ ലൈറ്റിൽ നമ്മളത് മാനേജ് ചെയ്യുന്നത്, എങ്ങനെ നോയ്സ് ഒഴിവാക്കാം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ പോയത് ഫോക്കസിങ്ങിലേക്കാണ്. ഫോക്കസ് എങ്ങനെ ചെയ്യണം, എന്താണ് കണ്ടിന്യൂസ് ഫോക്കസ്, എങ്ങനെയാണ് സ്റ്റാറ്റിക് ഫോക്കസ് കൈകാര്യം ചെയ്യേണ്ടത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. ഇതൊക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ക്യാമറ എടുത്തിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഇൻ ബിറ്റ്വീൻ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മറുപടികൾ തന്നിട്ട് നിങ്ങളെ ഞാൻ സഹായിക്കുന്നതായിരിക്കും.